നമസ്തേ. സർജിക്കൽ സ്ട്രൈക്ക് ഭയന്ന പാകിസ്ഥാൻ ഓടിത്തള്ളുവാണ്. ഇതിനോടകം പാക് അധിനിവേശ കശ്മീരിലെ ഭീകരരെ പാകിസ്ഥാൻ ഒഴിപ്പിച്ചു കഴിഞ്ഞു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയാണ് ഒളിത്താവളങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ പരിശീലനം നൽകിയ ഭീകരരെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ലോഞ്ച് പാഡുകൾ. അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 3 ലോഞ്ച് പാഡുകളിൽ നിന്ന് ഭീകരരെ പൂർണ്ണമായും ഒഴിപ്പിച്ച് പാകിസ്ഥാനിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് മിലിറ്ററി ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് 2 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളും മരുന്നും ശേഖരിച്ചു വെക്കാനും പാക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെൽ പ്ലാനിംഗ് എന്ന് സാരം. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് യുദ്ധ സാഹചര്യം നേരിടാൻ പരിശീലനം നൽകുന്നതായും റിപ്പോർട്ടുണ്ട്. സ്കൂളുകളിലാണ് പരിശീലന ക്യാമ്പ് നടക്കുന്നത്. പ്രദേശത്തെ മദ്രസകളെല്ലാം താൽക്കാലികമായി അടച്ചു. ഇതിൽ പല മദ്രസകളും ഭീകര പരിശീലന ക്യാമ്പുകളായിരുന്നുവെന്നാണ് വിവരം. കരയിൽ നിന്നും കരയിലേക്കുള്ള മിസൈൽ പരീക്ഷണം നടത്തി ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമവും പാകിസ്ഥാൻ പലതവണ നടത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം കരഞ്ഞു കാലുപിടിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അറബ് രാഷ്ട്രങ്ങൾ പോലും പാകിസ്ഥാൻ അനുകൂലമായി പ്രതികരിച്ചില്ല. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഭാരതീയന്റെ ചോര കുടിച്ചവർ ഇനി വെള്ളം കുടിക്കേണ്ട എന്ന് തന്നെയാണ് ഭാരതത്തിന്റെ നിലപാട്. സിന്ധു നദീജല കരാർ ഭേദിച്ചുകൊണ്ട് വെള്ളം നിർത്തിയപ്പോൾ അവർ പറഞ്ഞു വെള്ളം നിർത്തിയാൽ യുദ്ധം നടത്തുമെന്ന്. അപ്പോൾ നമ്മൾ ഉറി ഡാം തുറന്നവർക്ക് വേണ്ടുവോളം വെള്ളം നൽകി. എന്നിട്ടും അവർ പഠിച്ചില്ല. സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം നിർത്തിയാൽ ആക്രമിക്കുമെന്ന് വീണ്ടും പറയുകയാണ്. ഓക്കെ, എന്നാ പിന്നെ ചനാബ് നദിയിലെ വെള്ളവും ഞങ്ങൾ അങ്ങ് കുറയ്ക്കുവാണ്. ചനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിലെ ഷട്ടർ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള ജലനിരപ്പ് അങ്ങ് കുറച്ചിട്ടുണ്ട്. ചലം നദിയിലെ കിഷൻഗംഗ ഡാമിലും സമാന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹ്രസ്വകാലത്തേക്കാണ് നടപടിയെങ്കിലും ചെയ്യും. ഇത്രയൊക്കെ ആയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിയന്ത്രണ രേഖയിൽ 8 ഇടത്ത് പാക് വെടിവയ്പ് നടത്തി. പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. കഴിഞ്ഞ 10 ദിവസത്തിലെ ഏറ്റവും വലിയ പ്രകോപനമാണ് നിയന്ത്രണ രേഖയിലുണ്ടായത്. ഇതിപ്പോ പേടിച്ച് കിളിപോയാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എന്ന് തോന്നുന്നു. പേടിച്ച് കിളിപോയി പ്രതിരോധ മന്ത്രി വെറും പ്രസ്താവന മന്ത്രി അല്ലെങ്കിൽ പ്രഹസന മന്ത്രിയാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രകോപനം ഉണ്ടാക്കുന്ന പരാമർശങ്ങളുമായി മിനക്കെട്ടിറങ്ങുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ്. സിന്ധു നദിയിലെ വെള്ളം വഴിതിരിച്ചുവിടാൻ ഇന്ത്യ ഏത് തരത്തിലുള്ള നിർമ്മിതി ഉണ്ടാക്കിയാലും അതിനെ തകർക്കുമെന്നായിരുന്നു ഭീഷണി. പാകിസ്ഥാന്റെ കാർഷിക ഭൂമിയുടെ 80% വെള്ളം ഉറപ്പാക്കുന്ന സിന്ധു നദീജല കരാർ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. പാകിസ്ഥാന്റെ ജലം വഴിതിരിച്ചുവിടുന്നത് ആക്രമണത്തിന്റെ മുഖമായി കണക്കാക്കുമെന്നാണ് ഖവാജ ആസിഫ് ആവർത്തിച്ചത്. സിന്ധു തടത്തിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യ നീങ്ങിയാൽ പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന ചോദ്യത്തിനായിരുന്നു അത് പാകിസ്ഥാനെതിരായ ആക്രമണമായിരിക്കും. അതായത് ഭാരതം ഇത്തരത്തിലുള്ള ഒരു വാസ്തുവിദ്യാശ്രമം നടത്തിയാൽ പോലും പാകിസ്ഥാൻ ആ നിർമ്മിതി നശിപ്പിക്കുമത്രേ. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത്തരം പൊള്ളയായ ഭീഷണികൾ പാകിസ്ഥാനികൾക്കിടയിലെ ഭയം മാത്രമാണ് കാണിക്കുന്നത് എന്ന് വ്യക്തം. ഖവാജ ആസിഫ് വ്യക്തമായും പരിഭ്രാന്തനാണ്. പുൽവാമ ആക്രമണത്തിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ല എന്ന് പഹൽഗാം ആക്രമണത്തിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. അന്ന് ഇറക്കുമതി തിരിവ് കൂട്ടുകയും മറ്റും ചെയ്തിട്ടും ഇവന്മാരുടെയൊക്കെ അഹങ്കാരം തീർന്നില്ല എന്ന് മാത്രമല്ല, അത് അലങ്കാരമായി കൊണ്ടും നടക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണ വിട്ടുതരുമെന്ന് കരുതുന്നുണ്ട് എങ്കിൽ അത് വെറുതെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഇത്തവണ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും ഇവർ പ്രകോപനം നടത്തി കയ്യിലെ ഉണ്ടകൾ തീരുമല്ലോ. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് കത്തിക്കാൻ നമുക്ക് നമ്മുടെ ഒരൊറ്റ മിസൈൽ മതിയാകും.